ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുംസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണ. എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നിർവാണ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് 2 ഫിലോപ്പിയ ഫിഷാണ് എടുത്തത്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് തവ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് മാരിനേഷൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് നോർമൽ നമ്മുടെ മസാല. ഈ മസാല നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി നമ്മളിത് പേസ്റ്റ് പോലെ ആക്കാനായിട്ട് നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ ആക്കാം. എന്ന് വെച്ചാൽ മീനിൽ നന്നായി പറ്റി പിടിക്കാനായിട്ട് വെള്ളത്തിനേക്കാളും നല്ലത് എപ്പോഴും വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റി പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ട് മീനിൽ പറ്റാം. മീൻ നന്നായി പറ്റി പിടിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മീൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 15 മിനിറ്റിൻ്റെ മുകളിലായിട്ട് മീൻ പരട്ടി വെച്ചിട്ട് ഇപ്പോൾ തവ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആകെ ഒഴിച്ചിട്ടുള്ളത്. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ പറ്റി വെച്ചിട്ടുള്ള മീൻ ഇടാം. അതായത് നമുക്കിതൊരു ഗ്രില്ല് ചെയ്തൊരു ഫീലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അധികം എണ്ണ ഇല്ലാണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 6-7 മിനിറ്റോളം ഒരു സൈഡ് നമ്മൾ തീ കുറച്ചിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിടാം. ആ സൈഡ് അത്യാവശ്യം ആയിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡ് കൂടി ഇതായാലും ഒരു 6-7 മിനിറ്റ് നമുക്കൊന്ന് മറച്ചിടാം കേട്ടോ. ഇപ്പം നമ്മൾ 2 സൈഡ് നന്നായിട്ട് നല്ല പാകത്തിന് നന്നായി മൊരിയരുത്, ജസ്റ്റ് ഗ്രില്ല് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് നമ്മളതിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ നല്ലൊരു വാഴയില നന്നായി വാട്ടിയത് കുഴിച്ച് വയ്ക്കുക. ഈ വാഴയിലയിൽ വേണം ഈ സാധനം വരച്ചെടുക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തവ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് നമ്മൾ ഇതിലിടുകയാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നാളികേരപ്പാലാണ്. നാളികേരപ്പാൽ 1-ാം പാല്, ഇപ്പോൾ കട്ടിപ്പാൽ എന്ന് പറയും നമ്മൾ, ചിലവർ തലപ്പാൽ എന്നൊക്കെ പറയും. ഈ സംഭവം നമ്മൾ ഒഴിക്കുന്നത് മീൻ മുങ്ങി കിടക്കണം, അത്രയാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ഓക്കെ, അതെത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ അതിലിടുന്നത് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതേമാതിരി 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം നന്നായി കുനുകുനായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇഞ്ചിയാണ് ഇതിലത്തെ മെയിനായിട്ട് ടേസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത്, അതും നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഞാനിവിടെ അത്യാവശ്യം ഒരു 1/4 മുറി നാളികേരത്തിൻ്റെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. ഓക്കെ, ഇത്രയും ഇട്ടിട്ട് നമുക്ക് കത്തിക്കാം. ഇത്ര കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയാണ് കത്തിക്കുന്നത്. നമുക്ക് ചട്ടി ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇലയുടെ അടിഭാഗം കത്തിപ്പോവും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. നമുക്ക് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിതൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മീൻ മറച്ചിടാം. നമുക്ക് തിളച്ച് വന്നിട്ട് 2-3 മിനിറ്റായി. നമുക്ക് മീനൊന്ന് മറച്ചിടാം. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മുടെ ഉപ്പ് കറക്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടാം. ഇപ്പോൾ നമ്മൾ 2 സൈഡ് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുത്തു.
ഏകദേശം ഒരു 7 മിനിറ്റാണ് നമ്മൾ പ്രിപ്പറേഷൻ പറയുന്നത്. അത് നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് നിർമ്മാണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡും ആണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൽ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.